വിഷമിക്കണ്ടടാ മക്കളെ. ഇതുപോലെ എത്ര കറിയാമാരെയും ചെന്നക്കാളന്മാരെയും കണ്ടവനായി ഈ കുട്ടപ്പായി. ഒരുത്തന്റെയും വിഷപ്പല്ലെടുക്കാതെ കല്ലൂക്കാരന്മാർ അടങ്ങിയിരുന്നിട്ടില്ല. അച്ചായൻ എന്തോ പറഞ്ഞാലും ഇത് നമുക്ക് ഇത്തിരി ക്ഷീണമായി പോയി. പോലീസുകാരുടെ നാട്ടുകാരുടെ മുമ്പില് നമുക്കിനി എന്നതാ ഒരു വില. ശരിയാ, ശരിക്കും നാണക്കേടായി. പിള്ളേരും പോലീസും അടികൊണ്ട് ആശുപത്രി കട്ടിലായത് മെച്ചം. എന്തിനാടാ കുട്ടപ്പായി നീ ഇങ്ങനെ ദിവസം ഓരോ ലീലാവിലാസങ്ങൾ കാണിക്കുന്നേ? നീയൊക്കെ ഇനി പുലിപ്പാല് കുടിച്ചാലും കറിയാടെ മക്കളുടെ രോമത്തെ തൊടാൻ പറ്റത്തില്ല. എടി വത്സമ്മേ, ഈ തള്ളപ്പിശാനെ വിളിച്ചോളൂ പോടി. ഓ എന്റെ മിശികായെ, ഇങ്ങനെ ഒരു തള്ളയുടെ വയറ്റിലാണല്ലോ ഞാൻ ജനിച്ചത്. കൂറങ്ങും ചോറിങ്ങും. അതേടാ, നീ പാട്ടയും പെറുക്കിക്കൊണ്ട് നടന്ന കാലത്ത് നന്നാവുന്നെങ്കിൽ നന്നായിട്ടെന്ന് കരുതി ഞാനല്ലേ കാഞ്ഞിരപ്പള്ളിക്കാരുടെ കൂടെ കൊണ്ട് ചേർത്തേ. എന്നിട്ട് നീ എന്തോന്നാ കാണിച്ചേ? അവന്റെ പൊങ്കളെ കയ്യും കാലും കാണിച്ച് മോഹിപ്പിച്ചിട്ടേ അവസാനം ആ പെണ്ണിന് ചതിക്കല്ലേ ചെയ്തത്. എന്നിട്ട് മാറി എന്ന് വീമ്പു പറയുന്നു. ഏത് നേരം മക്കളെ ചൊറിഞ്ഞോണ്ടിരുന്നാലും സമാധാനം ആവത്തുള്ളൂ. അയ്യോടി, ഞാൻ ചൊറിയത്തല്ലേ ഉള്ളൂ, നീ തറവാട് തന്നെ മാന്തി പൊളിച്ചോണ്ടിരിക്കല്ലേ. അയ്യോ, ഇതിയാന്റെ ശബ്ദമല്ലേ കേക്കുന്നേ? അയ്യോ എടി കത്രേനെ, ഓടി വാടേ. അയ്യോ എന്റെ കർത്താവേ, ഇതിയാണ് തന്നെ പറ്റി. ഒച്ച വെക്കാതെ അമ്മേ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഞാനൊരു പുതിയ യോഗ ചെയ്ത് നോക്കിയതല്ലേ. അയ്യോ, നിങ്ങൾ മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ആരെങ്കിലും എന്തെങ്കിലും കാണിക്കുന്ന കണ്ടോണ്ടേ നിങ്ങൾ ഈ കോപ്രാണ്ടിത്തരമൊക്കെ കാണിക്കാൻ പോയാലേ ദേ വയസ്സുകാലത്ത് വല്ല വിലക്കം വീണാലേ അത് മതി. ഓ എടി അന്നാമ്മേ, എനിക്ക് വയസ്സായി പോയി എന്റെ നടപടിക്രമത്തിന് എപ്പോഴെങ്കിലും നിനക്ക് തോന്നിയിട്ടുണ്ടോ? ഓ പിന്നെ കൊച്ചു വെളുപ്പാങ്കാലത്താ ഒരു ശൃംഗാരം. നിങ്ങൾ വേഗം പള്ളി പാനൊരുങ്ങ്. നീ പോയാ മതി. അല്ലേലും ഈ തന്തയ്ക്കും മക്കൾക്കും ദൈവവിശ്വാസം തൊട്ടു തീണ്ടിയിട്ടില്ല. അതിനും കൂടി ദിവസവും രാവിലെ നീ പള്ളിയിലോട്ട് ഷട്ടർ സർവീസ് അടിക്കുന്നുണ്ടല്ലോ. അതുമല്ല, ഈ കണ്ട സത്യക്രിസ്ത്യാനിനെ മുഴുവൻ പരാതിവെക്കാൻ കർത്താവ് ഈശോമിശിഹായ്ക്ക് സമയമില്ലടി. അതുകൊണ്ട് എന്റെയും പിള്ളേരുടെയും പ്രതിനിധിയായി നീ അങ്ങോട്ട് പോയച്ചാ മതി. അയ്യണ, ഇത് പള്ളിയാ, പഞ്ചായത്ത് ഓഫീസൊന്നും അല്ല പ്രതിനിധിയായിട്ട് പോവാൻ. നീ നല്ല തമാശക്കാരിയാണല്ലോടി. സൂക്ഷിച്ചും കേട്ടിട്ടില്ലെങ്കിലേ വല്ല സർക്കസുകാരത്തിന്റെ പൊക്കിക്കൊണ്ട് പോവും. എന്നേത്തിനാ? ബഫൂണാക്കാൻ. എടീ, ആ അന്തപ്പൻ സണ്ണിച്ചനെ എസ്റ്റേറ്റിൽ കൂടെ വിടാൻ പോയിട്ട് വന്നില്ലേ? ആ എനിക്കറിയാൻ മേല. എന്താ അമ്മച്ചി വിളിച്ചത്? വിളിച്ചിട്ട് കൊറേ നേരം ആയല്ലോ. ഇപ്പോഴാണോ ഇങ്ങോട്ട് എഴുന്നള്ളുന്നത്? ഞാൻ അപ്പുറത്തായിരുന്നു അമ്മച്ചി. എടി കൊച്ചേ, നീ എപ്പോഴും ഇങ്ങനെ ആനപ്പുറത്തായാലേ താഴോട്ട് ഇറങ്ങാൻ പറ്റാതെ വരും. പോ പോ. ഇപ്പോൾ ഇതെന്ത് ഭാവിച്ചുള്ള നടപ്പാടി? ആമ്പിള്ളേരുള്ള വീടാണ് നിങ്ങൾക്ക് വല്ല വിചാരമുണ്ടോ? എന്നാ പറ്റി? നെഞ്ചത്ത് വല്ല തുണിയിട്ട് ഇറക്കാൻ പറയും. അയ്യേ, ഛേ, കൊച്ചുനാള് മുതലേ അവൾ ഇവിടെ വളർന്നതല്ലേ. തന്നെയല്ല, അങ്ങനെയുള്ള വേണ്ട വിചാരങ്ങളൊന്നും എന്റെ മക്കൾക്ക് ഉണ്ടാവത്തില്ല. ഇല്ല ഇല്ല, അരപ്പണത്തിന്റെ പൂച്ച മുക്കാപ്പണത്തിൽ ദൈവം ഉടിച്ച പോലെ അവിടെ ഇരിപ്പ്. ഒന്ന് പോ മനുഷ്യ. ഇല്ലാന്റെ ഒരു വർത്താനം കേട്ടില്ലേ? എന്റെ കർത്താവേ, ഇതൊക്കെ കാണുമ്പോ പിള്ളേരുടെ അല്ല എന്റെ തന്നെ സമതൽ തെറ്റുമെന്നാ എനിക്ക് പേടി. എനിക്കിപ്പം മക്കളെ അല്ല പേടി, നിങ്ങളെയാ. ആരപ്പാ ഇത്? കരുണാനിധിയോ? ഊരണ്ടടാ ഊരണ്ട. വേണമെങ്കിൽ ഉറങ്ങുമ്പോഴും കണ്ടു തന്നെ വെച്ചോ. നീ എന്താടാ വരാരിത്ര വൈകിയത്? മുതലാളി വരുന്ന വഴിക്ക് കാണുന്ന ഡെൽക്കോ കേട്ടോ. ഡെൽക്കോയോ? അതായത് ഈ ഡെൽക്കോ എന്ന് പറഞ്ഞാല്. ഓ മതി മതി മതി, നീ ചരക്കിനെ വേഗം പള്ളിയിൽ കൂടെ എത്തിക്ക്. വണ്ടി എടുക്കടാ. ഒരു ദിവസം ലോക്കപ്പിൽ കിടന്ന് പോന്ന് ചൊട്ടിയതുപോലെ വല്ല തട്ടോ മുട്ടോ കിട്ടിയോ? കല്ലൂക്കാരന്റെ രോമം കണ്ടാ പറയ്ക്കാത്ത ഏതവനാടാ ഈ സ്റ്റേഷനിലുള്ളത്? നമുക്ക് നാണിക്കടല്ലേ? അധികം വിളമ്പാതെ ഒന്ന് വണ്ടി എടുക്കടാ. കൊച്ചുമുതലാളി ലോക്കപ്പിൽ കിടന്നപ്പോ ഒരു കൂട്ടിന് വേണ്ടി എനിക്കും കൂടെ വന്ന് കിടക്കണമെന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ലോക്കപ്പ്? നമ്മുടെ വീട് പോലെ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? പിന്നെ നല്ലോണം ഫർണിഷ് ചെയ്ത AC ഡീലക്സ് റൂമല്ലേ അവിടെ. എന്നാൽ എനിക്കും കൂടി ഒരു ദിവസം അവിടെ കിടക്കണം. നീ പോകുന്നല്ലേ എന്നെ കൂടി വിളിക്കണേ. ആ പോലീസുകാർ വന്ന് ചോദിച്ചപ്പോ ഹോട്ടലിലെ മാനേജരും മറ്റു ജോലിക്കാരും ഒരക്ഷരം മിണ്ടിയില്ല. അവർക്ക് സ്റ്റാൻലി എന്ന് പറഞ്ഞ മൂത്രം പോവും. അപ്പതാ കാഞ്ഞിരപ്പള്ളിയിലെ കൊച്ചു വിളിച്ചു പറയുക,
കുട്ടപ്പായുടെ അനിയനാ ജെയിംസിനാണ് ചോദിക്കുന്നതെന്ന്. നമ്മുടെ അനിത മോളും ആ ജെയിംസും തമ്മിൽ എന്തോ ഡിങ്കോലാഫി ഉണ്ടെന്ന് പറയുന്നത് നേരാ? ഒന്ന് മിണ്ടാതിരിട. ഞാൻ മിണ്ടാതിരിക്കാം, പക്ഷെ നാട്ടുകാരെ വാ മൂടി കെട്ടാൻ പറ്റുമോ? നാട്ടുകാര് പറയുന്നതേ പോലീസിനെ കല്ലെറിഞ്ഞതിനും തെളിവെടുത്തതിനും മാത്രമല്ല മുതലാളി ജെയിംസിനെ തല്ലിയതെന്നാ. എടാ വായടയ്ക്കാൻ. മുതലാളി ഞാനൊന്ന് വായ തുറക്കുക. കൊച്ചിന്റെ കാറ് നീ എന്തിനാ ഇഷ്ടത്തിൽ പോടിപ്പോന്നേ? ആ മുസ്തഫ ഒന്ന് പറഞ്ഞപ്പോഴല്ല ഞാൻ വിവരം പറഞ്ഞത്. കാഞ്ഞിരപ്പള്ളിയിലെ കൊച്ചിനെ തൊട്ടന്റെ തല അറിയാൻ മേലായിരുന്നോ സണ്ണിച്ചായ? ഞാൻ ശരിക്കും കൊടുത്തിട്ടുണ്ടാ. ഓ അവനും വന്നല്ലോ. ഇനി നീയും കൂടെ ചേർന്ന് വെട്ടിനും കുത്തിനും ഒന്നും നിക്കണ്ട. അമ്മച്ചി തുടങ്ങി ഉപദേശം. അവൾ എന്തേ രേഖ? അകത്തുണ്ട്. നീ കുളിച്ചു വല്ലതും കഴിച്ചിട്ട് ബാങ്കിലേക്ക് വാ. ജെയിംസ് എന്തിനാ അന്നങ്ങനെ പോലീസിൽ മൊഴി കൊടുക്കാൻ പോയേ? കാഞ്ഞിരപ്പള്ളിക്കാരോടുള്ള ശത്രു കൊണ്ട് മാത്രം സ്റ്റാൻലി ഒപ്പിച്ച പണിയാ ചോരകളി ഇത്ര ഉണ്ടാക്കിയത്. എത്ര പിള്ളേർ ആശുപത്രിയിലായെന്നറിയോ? ആ എന്ന് ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞേ? മിക്കവാറും നാളെ കഴിഞ്ഞത്തേക്ക് പോവാം. ഇത്രയും ദിവസം ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് കുറച്ചു സമയം ഇരിക്കാലോ. ഹോസ്റ്റലിൽ നിന്ന് ഞാൻ വീട്ടിൽ പോവാറേ ഇല്ല. അത്രയ്ക്ക് വെറുപ്പുമുട്ടില്ല എനിക്കവിടെ. സാറ്റർഡേയും സൺഡേയും ഏതായാലും ഫ്രണ്ടിന്റെ വീട്ടിൽ പോകും. എന്താടാ ഇത്? അച്ഛാ ഇത് കല്ലുകാരൻ കുട്ടപ്പായുടെ മോളാ അനിത, എന്റെ ക്ലാസ്മേറ്റാ. അത് മനസ്സിലായി. ഇവക്ക് ഇവിടെ എന്നാ കാര്യം? അത് ശരി. അപ്പൊ ഞാൻ കരുതിയത് തന്നെ സഹതാപതരംഗം. ചിറ്റപ്പനടിച്ച് കൈയും കാലും ഒടിച്ച സഹപാഠിയോട് സഹതാപം തോന്നുക, എന്നിട്ടത് പ്രേമമായിട്ട് വളരുക. എടി കൊച്ചേ, നീ ഇതെന്നാ ഉദ്ദേശിച്ചോണ്ടാ? കാഞ്ഞിരപ്പള്ളിക്കാരുടെ കണക്കപ്പിള്ളയുടെ മകനാ ഇവനെന്നങ്ങനെ അവരറിഞ്ഞാല് ഞങ്ങളോടുള്ള വാശി മുഴുവൻ ഇവന്റെ മുഖത്ത് തീർക്കും. അതിനിടവരുത്തായിരുന്ന രണ്ടു കൂട്ടർക്കും കൊള്ളാം. അത് ഞാൻ പോ. ഇനി അധികം നിക്കണ്ട. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാല് അടുത്ത കൊല്ലാപ്പിന് അത് മതി. ചെല്ല്. ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലേലും ദിവസവും പള്ളിപ്പോക്ക് മുടക്കില്ലല്ലേ ദീനാമച്ചി? ഞങ്ങൾക്ക് പള്ളിയും കർത്താവും അല്ലാതെ പിന്നെ എന്നാ ഒരു ആശ്രയം? ദിവസവും പള്ളിയിൽ കൊണ്ടുപോയി കർത്താവിന്റെ മണവാട്ടിയാക്കാമെന്നങ്ങൾ നേർന്നാലേ എവിടെയോ ഇവിടെ കെട്ടായിരിക്കുന്ന ചെറുക്കം പിന്നെ എന്നാ ചെയ്യും? തൽക്കാലം ഞാൻ ഒരു കർത്താവിന്റെയും ഭർത്താവിന്റെയും മണവാട്ടിയാകാൻ തീരുമാനിച്ചിട്ടില്ല. പോരെ? ഇന്നലെ എന്താ സണ്ണിച്ച താഴെ തങ്ങാടി വെച്ച് എന്തോ തല്ലോ വഴക്കുണ്ടായെന്ന് കേട്ടല്ലോ. ഒരു പുതിയ കണക്ക്. കല്ലൂക്കാരന്മാരൊരു പട്ടിക്ക് പേളകി. ഞാനൊരു പല്ലങ്ങ് പറിച്ചു, അത്രേ ഉണ്ടായുള്ളൂ. അല്ലേലും അയാൾ ഒരു മഹാവൃത്തികെട്ടവനാ. സണ്ണിച്ചായ നന്നായിട്ട് കൊടുത്തെന്ന് കേട്ടല്ലോ. ജയിപ്പിക്കാറ്, ഞാൻ തോട്ടത്തിലേക്കാ. വീട്ടിലിറക്കാം. കേറ്. ഇത്ര സില്ലി ആയിട്ടുള്ള ഒരു കാര്യത്തിന് നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ? ഇച്ചായൻ 2 ദിവസം ഒന്ന് മാറി നിന്നപ്പോ എന്തൊക്കെ പുകല. നീ അത് വിട്. എന്തിനാടി തടിമാടന്മാര് 4 എണ്ണമല്ലേ നിനക്ക് ആംഗളമാരായിട്ട്? നീ തരോട്ടിരിക്കെ. ഇനി ആ ഇൻസിഡന്റിന്റെ പേരില് നിന്നെ ആരെങ്കിലും കമന്റ് അടിച്ചാ നീ ഇച്ചായനോട് പറഞ്ഞാൽ മതി. ഇച്ചായൻ ഇടി അറിയാലോ അല്ലേ? നീ ശനിയാഴ്ച വീട്ടിലേക്ക് വാ, നമുക്ക് ഔട്ടിങ്ങിനൊക്കെ പോവാം. പോട്ടെന്നാ. ഇച്ചായ എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ? എന്ത്? അപ്പൊ ഇച്ചായ അത് മറന്നുല്ലേ? അതെ, ഉള്ള സ്വീറ്റ്സ് ഒക്കെ വാരി വലിച്ചു വെച്ച് തടി കൂട്ടിയാലേ കെട്ടാൻ വരുന്ന ചെക്കന് ഒരു ഗുണ്ടുമണിയെ വേണ്ടെന്ന് പറയും കേട്ടോ. പോട്ടെ ചായ. ഇതിനെന്താ വില? 8 രൂപ. എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട്. വാ, ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണ്ടേ? ബംഗ്ലാവില് 100 കൂട്ടം പണികളാ. അയ്യോ, പണിയെടുത്ത് നിന്റെ പൂമേനിയാകെ തേഞ്ഞു പോയില്ലോ കത്രി. അയ്യോ, നീ അന്തപ്പച്ചേട്ടൻ നിൽക്കുന്നു. എന്താ? തക്കാളി. ഇയാളെ കളിയായിരുന്നോ? അയ്യോ, അവൻ നിന്നെ കാണണ്ട, നീ നടക്ക്. അവൻ നിന്നെ ഫോളോ ചെയ്തു വന്നതാണല്ലേ? അയ്യോ, എനിക്കറിയില്ല. അവൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ? എനിക്ക് ആ കോന്തിന് ഇഷ്ടമേ അല്ലേ ചേട്ടാ. കത്രി, നിന്നോടൊത്ത് ജീവിക്കാൻ വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ്. അയ്യോ, മരിച്ച പിന്നെ നമ്മളെങ്ങനെ ജീവിക്കും? സോറി കത്രി, ഞാനത് ഓർത്തില്ല. പിന്നെ ചേട്ടനൊന്ന് വാങ്ങിത്തന്ന സാരി ഒറ്റ അലക്കിന് കീറിപ്പോയി കേട്ടോ. ഓ, എന്നാ അലക്കായിരുന്നു അത്? ശരിക്കും ഒന്നും അലക്കും കൂടി ഇല്ല, പിഴിഞ്ഞപ്പോ തന്നെ കീറിപ്പോയി. അയ്യോ, 40 കൊല്ലം പഴക്കമുള്ള ഏക സ്ഥാപനം എന്ന് എഴുതി വെച്ച കടയിൽ നിന്ന് വാങ്ങിയതല്ലേ?
കീറിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നീ വിഷമിക്കാതടി. കീറിയതിന് പകരം ഒരു സാരി 1 കൊല്ലം മാത്രം പഴക്കമുള്ള ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു തരാം. പിന്നെ ഇന്ന് രാത്രി ഞാനങ്ങ് വരും. നീ കതവ് തുറന്ന് കാത്തിരിക്കണം. കത്രി പൊയ്ക്കോളൂ, അവൻ കാണണ്ട. ഐ വിൽ കം ബാക്ക്. യു ഗോ. മോഹൻ ചേട്ടാ, ഇതൊന്നും എന്താ വില? ചേട്ടാ, കത്രി എവിടെ? കത്രി എവിടെ ഉണ്ട്? ഓ, ഇത് വഴുതനെയാണല്ലോ. ചേട്ടാ, കത്രി എവിടെ? നിന്റെ വേഷം കെട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട. ഇത്രയും നേരം നിന്റെ കൂടെ ഉണ്ട്. കത്രിയല്ലേ? പറയടാ, കത്രിയല്ലേന്ന് പറയടാ. ആരോട് പറയരുത്. പറഞ്ഞാൽ എന്റെ ജീവിതം പറയില്ലല്ലോ. അവൾ ചത്തുപോയ എന്റെ ഭാര്യയാണടാ. ഞാൻ അറിയാതെ ചോദിച്ചു. എവിടെ? മത്തായി, മത്തായി. എങ്ങോട്ട് പോയി? എടാ, എടാ, ഈ പട്ടി. ഓലപ്പിശാചി നടന്നുവല്ലോ. പട്ടിയൊക്കെ കത്രി, ഇത് ഞാനാ. ഞാൻ തുറക്കേ. കാത്തിരുന്ന് മുഷിഞ്ഞൂല്ലേ? സോറി കത്രി. അയ്യോ, കാലുപിടി, കാലുപിടി. അയ്യേ, പാൻറ്റൂരെടുത്ത് ചട്ടിയിട്ടിട്ടില്ല. കൊല്ലും ഞാൻ. എടാ പിശാചേ, അയ്യോ, എന്താ ഇവിടെ? എന്താ ഇത്? പാന്റ്. അത് മുതലാളി ഞാൻ. മിണ്ടി പോരുത്. അയ്യോ മുതലാളി, അത് ഓടാ. പാതിരാത്രിക്ക് മാനമര്യാദ കിടന്ന് ഉറങ്ങാൻ മേലല്ലേ? നാണോ മാനോ ഇല്ലാത്തങ്ങള്. ഓഹോ, ഞാൻ പറഞ്ഞില്ലേടി ഇവള് സമനില തെറ്റിക്കുമെന്ന്. തെറ്റിച്ചു. എന്റെ ഈശോയെ. അന്തപ്പന്റെ. ഇന്നലെ രാത്രി ഇവിടെ ഓലപ്പിശാശി വന്നതും പാൻറ്റൂരി പിശാശ് ഓടിക്കളഞ്ഞതും മകള് മറന്നില്ലല്ലോ. അമ്മച്ചി രാവിലെ കുറെ വഴക്ക് പറഞ്ഞു. നടന്ന എന്താണെന്നൊന്നും എനിക്കറിയില്ല. നിനക്കൊന്നും അറിയില്ലല്ലേ? മുതലാളി തക്ക സമയത്ത് കണ്ടുകൊണ്ട് വന്നായിരുന്നെങ്കിൽ ആ മരപ്പട്ടി മത്തായി സത്യമെല്ലാം തുറന്നു പറഞ്ഞേനെ. ഒന്ന് പോകുന്നുണ്ട് ഇവിടുന്ന്. എന്റെ പൊന്ന് കത്രി, വീട്ടില് സ്വർണ്ണക്കട്ടി ഇരിക്കുമ്പോ നീ എന്തിനാ കാക്കപ്പൊന്നിന്റെ പുറകെ പോണത്? അങ്ങനെ എന്തെങ്കിലും ആവശ്യം തോന്നിയാ നിനക്ക് എന്നോട് ചോദിച്ചാ പോരായിരുന്നോ? ഞാനിവിടെ എന്തിനും തയ്യാറായി നിപ്പില്ലേ? അന്തപ്പച്ചേട്ടനൊന്ന് പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ അമ്മച്ചെ വിളിക്കും. വിളിക്കടി. എന്നിട്ട് വേണം സത്യമല്ല എനിക്ക് തുറന്നു പറയാൻ. ഇന്നലെ രാത്രി ഇവിടെ സംഭവിച്ചതിന്റെ പിന്നിൽ ആരായിരുന്നെന്ന് എനിക്കറിയാം. നീ ഇവിടെ എന്തിനു വന്നു? നിനക്ക് ഇവിടെ എന്താ കാര്യം? നീ കൊറേ നാളായി ഈ പെണ്ണിന്റെ പുറകെ ഇങ്ങനെ ചുറ്റി കളിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. പോയോ? ഇല്ലേ, അത് ശരിയായിരിക്കാം. പക്ഷെ ഇന്നലെ രാത്രി വന്നത് ഞാനല്ല. ഇന്നലെ രാത്രിയിൽ നീ ഇത് തന്നെയല്ലേ പറഞ്ഞത്? അയ്യോ, അത് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നത്. അമ്മച്ചി, ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്ക്. ഇവിടത്തെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാമെന്ന ഏതോ ഒരു ചാരനാണ് അവനെന്നാണ് എന്റെ വിശ്വാസം. ചാരനോ? അമ്മച്ചി ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതാ. ആകാശത്ത് ആയുധം വരെ വീഴുന്ന കാലമാ. ചിലപ്പോ അമ്മച്ചിയുടെ ജീവൻ വരെ അപകടത്തിലായേക്കാം. ജാഗ്രത. ഇൻക്ലൂഡിംഗ് കത്രീന. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പൈങ്കിളിക്കഥകൾ വായിച്ചിരുന്ന കത്രീന എങ്ങനെയാ ബൈബിളിൽ കയറിയത്? ആ ധ്യാനം കൂടിയതിനു ശേഷം ഇതാണ് ഏട്ടാ എന്റെ അനുഭൂതി. അങ്ങനെ ഒരു അനുഭൂതി ഉണ്ടെങ്കിൽ വാ, നമുക്ക് ഒരുമിച്ച് വായിക്കാം. ആരെങ്കിലും കാണും? ആര് കാണും? ആങ്ങൾ ഇപ്പൊ ഇങ്ങ് എത്തും. അവനോട് ചീട്ട് കളിച്ചോണ്ടിരിക്കുക. ഇന്നൊന്നും വരത്തില്ല. അവന് കൈ കയറാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. എന്താ ഇത്? വേണ്ട ഏട്ടാ. എന്താ അന്തപ്പൻ ചേട്ടാ? കത്രീനെ കാണാൻ വന്നതാ. എന്റെ ആങ്ങൾ ഇപ്പൊ ഇങ്ങെത്തും.
അവനെ വാസുവിന്റെ ചാരായക്കടയിൽ അടിച്ച് പൂക്കുറ്റാക്കി കിടത്തിട്ടാ വന്നത്. എന്താ ഈ കാണിക്കണേ? കുറ്റിയിട്ടത്. അതല്ലേ എന്താ ഈ കാണിക്കുന്നത്? നമ്മുടെ ഭാവിയെ കുറിച്ച് സംസാരിക്കാനുണ്ട്. വാ. നിന്നോടൊരു സുപ്രധാന കാര്യം പറയാനാ ഞാൻ വന്നത്. നിന്നെ വീശിപ്പിടിക്കാൻ ഒരു വലയുമായി ആ തെണ്ടി മത്തായി നിന്റെ പിറകെ നടക്കുന്നുള്ള കാര്യം എനിക്കറിയാം. അവനൊരു ചതിയനാണെന്നുള്ള കാര്യം എന്റെ പൊന്നു കത്രീനെ നീ മറക്ക്. നീ അവനെ വിശ്വസിക്കരുത്. ഒരുപാട് പെൺകുട്ടികളെ അവൻ വഴിയാധാരമാക്കിയതാ. അവനൊരു എരപ്പാളി നിന്റെ തന്ത. എന്തത്? ദൈവവചനം. സത്യം സത്യം, ഞാൻ പറഞ്ഞില്ലേ. അവൻ വഴിയാധാരമാക്കിയ പെൺകുട്ടികൾ ലിസ്റ്റിലേക്ക് കേൾക്കണ. മൂവാറ്റുപുഴക്കാരി ലീലാമ, ചങ്ങനാശ്ശേരിക്കാരി അച്ചാമ്മ, അങ്കമാലിക്കാരി കൊച്ചമ്മണിയും അവളുടെ വകയില് 2 അനിയത്തിമാരും, പിന്നെ നിന്റെ അമ്മ മറിയാമ്മയും. ദൈവവചനം ഇരിക്കുമല്ലേ? എന്റെ ഭാവി വധുവിന്റെ വിശ്വാസ പ്രമാണം തകരരുത്. അതുകൊണ്ടാ പറഞ്ഞത്. 6-ാം പ്രമാണം മുറുക്കെ പിടിച്ചോണം. 10 എന്റെ കയ്യിലുണ്ടടാ പട്ടി. പിന്നല്ലേ നിന്റെ 6. 3 പോലും ഞാൻ തരില്ലടാ പുല്ലേ. കത്രീനോ, കർത്താവ് അപ്പ കട്ടിന്റെ അടിയിലുണ്ടല്ലേ? നിനക്കെന്താ കട്ടിന്റെ അടി കാര്യം? നിനക്കെന്താ കട്ടിൽ എനിക്കുള്ളതാടാ. അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞു. അതേടാ പള്ളി പറഞ്ഞെന്നെ ഈ കട്ടിലും എന്റെ ഈ കത്രിയെ ഞാൻ സ്വന്തമാക്കണം. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. ഈ കഴുത്ത് എനിക്കുള്ളതാടാ. ഈ കഴുത്ത് എനിക്കുള്ളതാ. സോറി കത്രീന. നീ നോക്കിക്കോ, അടുത്ത പള്ളിപ്പെരുന്നാളിന് മുമ്പ് പള്ളിപ്പറമ്പിൽ ചാക്കോച്ചന്റെ മകൻ അന്തപ്പൻ ഈ കത്രിയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കോടാം. നീ താലി കെട്ടാൻ ചെല്ലുമ്പോൾ ആ കഴുത്തിലൊരു താലി ഉണ്ടായിരിക്കുമ്പോഴാ അത് ഈ മത്തായിയുടേതായിരിക്കും. ഈ കാണാമട പരട്ടെ. എങ്കിൽ കാണാമട പട്ടി. India is my country. All Indians are my brothers and sisters. ഈ പത്രം തുറന്ന് ആക്സിഡന്റ് വാർത്ത മാത്രമേ ഉള്ളൂ. ഒരു രക്ഷയില്ല. അറിഞ്ഞോ? നീ ഇവിടെ ഇരിപ്പുണ്ടോ? ആ കല്ലുക്കാരൻ കുട്ടപ്പായില്ലേ? എന്താ തട്ടിപ്പോ? അയാള് വീണ്ടും അപ്പനായി. അയ്യോ, അതെങ്ങനെയാടൂ? ഇന്നലെ കൂടെ മുതലാളിയുടെ കൊച്ചമ്മ ഞാൻ കണ്ടതാ. ഒരു ശകലം കൂടെ വയറില്ലായിരുന്നല്ലോ. ഇത് മുതലാളി കൊച്ചമ്മയുടെ അല്ല, ചുങ്കത്താഴത്തെ ദീനാമടയാ. പ്രസവം കഴിഞ്ഞിട്ട് 10-18 വർഷം കഴിഞ്ഞ്. അയ്യാ, അല്ലേലും എന്റെ മുതലാളിയുടെ വീടിന് ഔട്ട്സൈഡിലുള്ള പിള്ളേർക്കൊക്കെ മുതലാളിയുടെ അതേ ഫേസ് കെട്ടാ. ഇൻസൈഡിലാണെങ്കിൽ അതൊട്ട് ഇല്ലതാനും. ആ ആനിപ്പെണ്ണിന് എങ്ങനെയാ മുതലാളിയുടെ ഫേസ് കെട്ട് വന്നെന്ന് ആലോചിച്ച് ഞാൻ ഒത്തിരി കൺഫ്യൂഷൻ അടിച്ചിട്ടുണ്ട്. ആ ദീനാമ്മയുടെ മോന്തായം കണ്ടാ ഇങ്ങനെ വല്ലതും തോന്നൂ. നീയും നിന്റെ മുതലാളി ചെവിയിൽ നുള്ളിക്കോ. ദീനാമ്മയും മോളെയും കൊണ്ടൊരു വടിയും കൊടിയും പിടിപ്പിച്ച് ബംഗ്ലാവിലേക്ക് ഞങ്ങൾ ഒരു മാർച്ച് പാസ് നടത്താൻ പോവാ. അതിന് മാർച്ച് എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ഇപ്പൊ തന്നെ ആകാലോ. ഈ ഫേസ് കട്ടിനെ കുറിച്ചും പലർക്കും സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ബി കെയർഫുൾ. അയ്യോ, പള്ളി വിടാൻ സമയമായി. ഒരു 100 നോട്ടീസ് എങ്കിലും അടിച്ചില്ലെങ്കിൽ ഇന്ന് കിടന്നുറങ്ങാൻ ഒരു സമാധാനം ഉണ്ടാവില്ല. ആ പോട്ടെ പോട്ടെ പോട്ടെ. അമ്മച്ചേ, അമ്മച്ചി അറിഞ്ഞ കല്ലുക്കാരൻ കുട്ടപ്പാല ഡ്യൂപ്ലിക്കേറ്റ് മോളാ ചുങ്കത്താരത്തെ ആനി. കട്ടപ്പനയോ? ആ കട്ടപ്പന പെറ്റ്. ഇതിനൊന്നും പാസ്പോർട്ട് കൊടുക്കാറായില്ലേ കർത്താവേ? കാഞ്ഞിരപ്പള്ളിക്കാരിപ്പോ ജയങ്ങളുടെ കൊടുമുടി പുറത്താ. ഇനി അവന്മാരെ അവിടുന്ന് തള്ളിയിട്ടാ മാത്രം മതി. ഉയരം കൂടും തോറും വീഴ്ചയ്ക്ക് ആക്കവും കൂടും. മുരളി, കോലഞ്ചേരി ആശുപത്രിയില് 2 മാസം ഒരുമിച്ച് കിടക്കുന്ന ഒരു വീഴ്ചയായിരിക്കണോ? ഒന്ന് ചിലക്കാരകത്ത് ഇരിപ്പടാ. വിളിക്കുമ്പോ വരാം. നാളെ കറിയുടെ മോടെ മനസ്സമ്മതമാ. അതുപോലൊന്നും ഇവിടെയും നടക്കേണ്ടതല്ലായിരുന്നോടാ. ആ സണ്ണിക്കഴിവേറി ഒറ്റ ഒരുത്തന്റെ ബുദ്ധിയാ അരുതേ നമ്മളിന്ന് മുറിച്ചു മാറ്റിയത്. അവിടെ ആഘോഷം തുടങ്ങി. നടക്കട്ടെ. നാളത്തെ കലാശക്കൊട്ടിന് താളം പിടിക്കുന്നത് കല്ലൂക്കാരന്മാരായിരിക്കോടാ. മനസ്സമ്മതത്തിന് ചെണ്ടമേളം ഉണ്ടോ? എങ്കിൽ പിന്നെ എന്റെയും കത്തിയുടെയും മനസ്സമ്മതത്തിന് പല്ലാവൂർ അപ്പുമാരുടെ തന്നെ വിളിക്കാം. വഴിയിലായ ഇവനത് വേറെ. ഇവന്റെ വാൽത്തൂവ് നേരത്തെ ഞാൻ ഊരണമെന്ന് വിചാരിച്ചതാ. ഒരു സാധനം വണ്ടിയിലിട്ട കാണൂല. 12-10 സ്പാൻഡ് അല്ലാതെങ്കിൽ ഇപ്പൊ വണ്ടി ഓടിച്ച് വീട്ടിൽ പോകായിരുന്നു. അതെങ്ങനാ? പട്ടാപ്പകല് കർത്താവ് വരെ കട്ടിലടി കിടക്കുന്ന കാലമാ. എന്നാ പിന്നെ ആ 12-10 സ്പാനർ കർത്താവിനോട് തന്നെ ചോദിച്ചാലെന്ത്? ചോദിച്ചാ തരുന്ന കർത്താവാണെന്ന് എനിക്കങ്ങനെ അറിയാം. കർത്താവിന് അങ്ങനെയൊന്നുമില്ല. 12-10 അല്ല 20-25 വരെ കർത്താവ് കൊടുക്കും. എങ്കിൽ പിന്നെ കർത്താവ് സോറി മത്തായി, 2 വണ്ടിക്കും കൂടി ഒരു സ്പാനർ പോരെ. അത് പിന്നെ ആ സ്പാനറിന് ഈ വണ്ടിയോട് താല്പര്യം ഉണ്ടോന്ന് എങ്ങനെ അറിയും? അത് ഈ വണ്ടി വിചാരിച്ചാലേ നടക്കൂ. അവസാനം ഈ വണ്ടി ഷെഡിൽ കയറ്റരുത്.
അങ്ങനെ ഷെഡി കയറിയ ഈ രണ്ട് വണ്ടി ഒരുമിച്ച് ഷെഡി കയറും. എങ്കിൽ പിന്നെ ഉറപ്പ് ഉറപ്പ്. എന്നാ നമുക്ക് ആ സ്ഥാനന്റെ അടുത്തേക്ക് ചെല്ലാം. വാ. നീ ഇനി ഒന്നും പറയണ്ട കത്രി. നിനക്ക് എന്നോടുള്ള അത്രയും സ്നേഹം അന്തപ്പനോടില്ലെങ്കിലും കുറച്ചൊക്കെ സ്നേഹം ഇവനോടും ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇന്നത്തെ ഈ ജീവിത സൂചി വെച്ച് നോക്കുമ്പോ നമുക്ക് രണ്ടാൾക്ക് മാത്രം ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പ്രണയത്തെക്കാൾ വലുതാണ് വിശപ്പെന്ന് നന്നായിട്ട് അറിയാവുന്നവനാണ് ഈ മത്തായി. അതെ, വിശപ്പ് പടിവാതിലൂടെ കടന്നു വരുമ്പോ പ്രേമം ജനൽപ്പഴുതിലൂടെ ഓടിക്കളയുമെന്നാണ് മഹാനായ യാചകൻ ചക്രവർത്തി പറഞ്ഞിരിക്കുന്നത്. യാജഹാൻ ചക്രവർത്തിയല്ല, ഷാജഹാൻ ചക്രവർത്തി. അങ്ങേര് തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കത്രി എതിരൊന്നും പറയരുത്. ഞങ്ങളെ വിവാഹം കഴിക്കാൻ പൂർണ്ണ സമ്മതമാണെന്ന് ഈ കൈയടിച്ച് സമ്മതിക്കണം, സമ്മതിക്കണം. അയ്യോ, ഒരു പെണ്ണെങ്ങനെ രണ്ടുപേരെ കല്യാണം കഴിക്കുന്നേ? പാഞ്ചാലിയായ സീത അർജുനനെ പോലിരിക്കുന്ന 5 ഭീമന്മാരെ ഒന്നിച്ച് കല്യാണം കഴിച്ച് താമസിച്ചു. സീതയല്ല, പാഞ്ചാലി. പാഞ്ചാലി എങ്കിൽ പാഞ്ചാലി. പിന്നെയാണോ മുരിങ്ങയ്ക്ക പോലിരിക്കുന്ന ഞങ്ങൾ രണ്ടുപേരും? ആ പാഞ്ചാലി എന്ത് ഭാഗ്യവതിയാ, ഒരു സാരി ചോദിച്ചാൽ 5 സാരി കിട്ടും. അയ്യോ, അവരെന്താവശ്യപ്പെട്ടാൽ 5 എണ്ണം വീതം കിട്ടും. ചതിച്ചോ? ഇനി 3 പേരെ കൂടി നമ്മൾ ഉണ്ടാക്കേണ്ടി വരുമോ? എന്തിന്? നമ്മൾ 2 പേര് പോരെ? 5 അല്ല 10 സാരി വേണമെങ്കിലും നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. ഈ വിവാഹത്തിന് സമ്മതിച്ചു ഒന്ന് പറ കത്രി. സമ്മതിച്ചു. പേടിയൊന്നുമില്ലല്ലോ. ഗർഭസത്യാഗ്രഹം സിന്ദാബാദ് ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഏറ്റു വിളിക്കണം. ഗർഭസത്യാഗ്രഹോ? ആർക്കാണ് ഗർഭം? ഓ, 10-20 കൊല്ലം മുമ്പുണ്ടായ ഗർഭമല്ലേ? സോറി സോറി സോറി. എത്ര നീ ഒന്നും മിണ്ടാതെ കൂടെ പോയച്ചാ മതി. അവിടെ ചെന്ന് അതും പറഞ്ഞ കാര്യങ്ങൾ കുളവാക്കല്ലേ. വെരി കെയർഫുൾ ആയിട്ട് കാര്യങ്ങൾ വാച്ച് ചെയ്ത് ഞാൻ സൈലന്റ് ആയിട്ട് നിന്നോളാം. കമാൻ. ആനിക്കൊച്ചിന്റെ തന്ത താനാണെന്ന് കുട്ടപ്പായി മുതലാളി സമ്മതിച്ച പിന്നത്തെ കാര്യം അന്തപ്പനേറ്റ്. ലക്ഷക്കണക്കിന് സ്വത്തിന്റെ അവകാശിയാവാൻ പോവല്ലേ ആനിക്കൊച്ച്. ഇത് കണ്ട ഇനി ആനിക്കൊച്ച് താമസിക്കാൻ പോണ ഭവനമാണ് ഈ കാണുന്നത്. ചെല്ലി 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 ചെല്ലി. അന്തപ്പം വരുന്നില്ലേ? ഹേ, അന്തപ്പൻ ഇവിടെ നിക്കാം. എന്തേലും കശപിശ അവിടെ ഉണ്ടായാലുണ്ടല്ല, അന്തപ്പ എന്നൊരു വിളി വിളിച്ചാ മതി. വിളിച്ച് തീരുന്നതിന് മുമ്പ് അന്തപ്പൻ അവിടെ എത്തി. ചെല്ലി ചെല്ലി ചെല്ലി. അല്ല, എടി അന്നാമ്മേ, എന്തോ? എടി നീ ഇങ്ങോട്ടൊന്ന് വേഗം വന്നേ. എടി നോക്കിക്കേ, നമ്മുടെ റോഹിച്ചന്റെ പണസഹിതമാ പത്രത്തിലെ വാർത്ത വന്നിരിക്കുന്നേ. ആ, രാജഗിരിയിൽ കോടികളുടെ കഞ്ചാവ് വേട്ട. അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടയാണിത്. കോലഞ്ചേരിയിലെ പ്രമുഖ ബിസിനസ്സുകാരനായ കല്ലൂക്കാരൻ കുട്ടപ്പായുടേതാണ്. ഇനി അടുത്ത കൊല്ലാപ്പായോ? നീ ഒന്ന് ചുമ്മാ ഇരിക്കടി. കറിയാച്ചന്റെ മോനാവൻ. പണ്ടവനോട് ജോലി രാജിവെക്കാൻ പറഞ്ഞതാ ഈ പാർട്ടി. ഇപ്പൊ കണ്ടു അവന്റെ തൊപ്പിയുടെ വില. റോയിക്കുഞ്ഞിന് ഈ രഹസ്യങ്ങളൊക്കെ ചോർത്തി കൊടുക്കുന്നത് ആരാണെന്ന് അറിയാമോ? ആരാ നീയാ? ഏയ്, ഒന്ന് പറഞ്ഞു തുലക്കടാ. ആ കല്ലൂക്കാരന്റെ ഡ്രൈവറില്ലേ, ഓന്തുമത്തായി, അവനാ. സത്യം, സത്യമാ മോലാളി. ആഹാ, നീ ഇവിടെ ചുറ്റിത്തിരിഞ്ഞ് ഇവിടുത്തെ രഹസ്യങ്ങൾ അങ്ങോട്ട് ചോർത്തുന്നുണ്ടോ? അയ്യേ, അതിനെന്നെ കിട്ടൂല. ഞാൻ അന്തസ്സുള്ള ഫാമിലി ജനിച്ചവനാ. പള്ളിപ്പറമ്പുകാരന് കേട്ടിട്ടുണ്ടാ? ഇതുപോലെ അന്തസ്സറ്റൊരു ഫാമിലി ഈ വേൾഡിലില്ല. അത് ഈ പത്രത്തിലോട്ട് ഉണ്ടോ? ആ ഓന്താൻ എന്തിനാണ് ഈ പണിയൊക്കെ ചെയ്യുന്നേ? അതൊരു ചരിത്രമാണ് മോലാളി. നീ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാ പറ. മോലാളി, അവൻ സ്നേഹിച്ച് ലാളിച്ചിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. കളഞ്ഞു. ഒരു കഥയുടെ കണ്ടിന്യൂറ്റി കളഞ്ഞു. നശിച്ച ഫാൻ. കേട്ടോളൂ, മുടിയനായ പുത്രന്റെ ഒരു കഥയില്ലേ ബൈബിളില്, അതുപോലെ ഒരുത്തൻ ഇപ്പൊ കോലഞ്ചേരിയിലും എത്തിയിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കോലഞ്ചേരിക്ക് കെട്ടി ഏക്കർ കണക്കിന് ഭൂമിയും വളച്ചെടുത്ത് ഒരു നാട്ടുകാരി പെണ്ണിനെയും കല്യാണം കഴിച്ചപ്പോ മുടിയനായ പുത്രന്റെ തന്തയ്ക്ക് വാരിമുളയ്ക്കാൻ തുടങ്ങി. എന്നിട്ടിപ്പോ എന്നതാ പറ്റിയേ? പൊന്നാരപ്പങ്ങളുടെ നല്ല സ്വഭാവം കാരണം മനസ്സമ്മതവും മുടങ്ങി ഇപ്പൊ വീട്ടിലിരിപ്പാ. പട്ടിക്കഴിവരുടെ മാനെ, കൊച്ചന്മാരുടെ മദാലസ ക്ലബുകളിലും നക്ഷത്ര ഹോട്ടലിലും കിടന്ന് കുടിച്ചു കൂത്താടി തുണി പറിച്ച് ആടിയിട്ട് കണ്ട കുഞ്ചായന്മാരുടെയൊക്കെ കിടക്കയും പൊളച്ചിട്ട് വരുന്ന ഈ ഇരിക്കുന്ന നിന്റെ ഭാര്യ കൂത്തിച്ചിയെ പോലെയാണ് മറ്റുള്ള പെമ്പിളേരും നീ കരുതിയോടാ. പോക്കിർത്തരം പറയുന്നോടാ നിന്നെ ഞാൻ. ഓ, നൊന്തു. പരിശുദ്ധ വത്സമ്മയെ കുറിച്ച് പറഞ്ഞപ്പോൾ വിശുദ്ധ കുട്ടപ്പായ്ക്ക് നൊന്തു. ഇത്രയും ആക്കവും തൂക്കമുള്ളവൻ ഒരുത്തം വീട്ടിലിരുന്നിട്ട്
കണ്ടവന്റെ നെഞ്ചിലെ ചൂട് കൊണ്ടാലേ നിന്റെ ഭാര്യയ്ക്ക് ഉറക്കം വരുവുള്ളൂ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാടാന്നാറി. You bastard! ഉണക്കമീൻ പൗലോസിന്റെ മകൾ എന്നാടി ഇംഗ്ലീഷ് പറയാൻ തുടങ്ങിയത്? ഇരിക്കടി ഇരിക്കടി. കാഞ്ഞിരപ്പള്ളി കുടുംബത്തിലെ ഓരെണ്ണത്തിന് ഇനി എന്തെങ്കിലും പോറലേറ്റാൽ ഒരൊറ്റ കഴിവേറിയുടെയും കഴുത്തിന് മേൽ തല കാണത്തില്ല. കാഞ്ഞിരപ്പള്ളി കറിയാച്ചന്റെ മകൻ ബേബിച്ചനാടായി പറയണവർ. വാ ബേബിച്ച, ചീഞ്ഞവനെ തൊട്ടവനെ നടത്തുള്ളൂ. വാ. പറയിപ്പിച്ച് അടങ്ങുള്ളെന്ന് പറഞ്ഞ. അല്ല, നിങ്ങൾ ഇതുവരെ റെഡി ഓ ആയില്ലേ? വല്ലാത്തൊരു നീർവീഴ്ച. പള്ളി പോകാതിരിക്കാനുള്ള കള്ളം. രാവിലെ പള്ളി പോയി നല്ല മനസ്സോടെ ഉദ്ഘാടനത്തിന് പോകണമെന്നുള്ള വിചാരമൊന്നുമില്ല. നീ വേഗം പോയിട്ട് വാ. മുഹൂർത്ത സമയത്ത് മാത്രം അവിടെ ചെന്നാ പോരാ. ബേബിച്ചെന്തേടി? അപ്പനും മോക്കും ഇനിയും നേരം വെളുത്തിട്ടില്ല. അതെങ്ങനെയാ? ഈ അപ്പന്റെ അല്ലേ മോനെ? പള്ളി പോകാനുള്ള മടിയാ. ഉറങ്ങട്ടെ ഉറങ്ങട്ടെ. എടാ എന്തപ്പാ, നേരെ ഒരുപാടായി, വണ്ടി എടുക്ക്. വണ്ടിക്ക് എന്തോ കംപ്ലൈന്റ് അമ്പച്ചി. നീ ആ ഗ്ലാസ് ഒന്ന് അഴിച്ചു മാറ്റ്. ഗ്ലാസ് അഴിച്ചു മാറ്റാനോ? അതല്ലടാ, നിന്റെ ആ കണ്ണിലിരിക്കുന്ന കുന്തം ഒന്ന് ഇത് അഴിക്കാൻ. അഴിച്ചിട്ട് കാര്യമില്ല, വണ്ടിക്കാണ് കംപ്ലൈന്റ്. നീ കുറെ നേരം എന്ത് കിടന്ന് പണിയുന്നു? ഞാൻ പണിയാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. പക്ഷെ വേറെ ആരും ഇതിൽ പണിതട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യേ, അമ്മച്ച ജീപ്പി കൊണ്ടാക്കിട്ട് വാ. വാച്ചനെ ശരിയേ, നമ്മളെ പുതിയ കടയുടെ ഐശ്വര്യത്തിനും വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോണ്ടേ. കളിയാക്കണ്ട. എന്റെ ഒരുത്തിയുടെ പ്രാർത്ഥനയുടെ ഫലമായി കാണുന്നത് മുഴുവൻ. നിങ്ങൾക്കൊക്കെ അടിയും പിടിയും കുസ്തി മാത്രമല്ലേ ഉള്ളൂ. എടാ അന്തപ്പാ, നമുക്ക് ആ കരിമ്പോലിയിലെ കുഞ്ഞുമറിയതിനെ ഒന്ന് കണ്ടിട്ട് പോകാം. ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞ് കിടക്കുക. ആ വിളക്ക് ഇതുവരെ ഊതിയില്ലേ? ചുമ്മാ നീ വേണ്ടാത്തൊന്നും പറയാതെ വണ്ടി എടുക്ക്. ശരിയാ, പോയേക്കാം. ചിലപ്പോ ഇനി കാണാൻ പറ്റില്ലെങ്കിലാ അല്ലേ?